ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ ഈ ഷൈൻ ടോം എപ്പിസോഡ് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ നടപടികളുമായി പോലീസ് എത്തുകയാണ്. ഇപ്പോൾ ഷൈനിന്റെ വീട്ടിലെത്തി നാളെ തന്നെ സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റെയ്ഡ് നടന്നപ്പോൾ ഷൈൻ അവിടെ നിന്ന് മുങ്ങിയത് എന്നാണ് പോലീസിന് അറിയാനുള്ളത്. ഇവിടെ ഷൈനിന് കൊടുക്കാൻ മാത്രമുള്ള, അല്ലെങ്കിൽ ഷൈൻ കുറ്റവാളിയാണ്, കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ മാത്രമുള്ള എന്താണ് ഈ കേസിലുള്ളതെന്നൊക്കെയാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ പോലീസിനോട് ചോദിച്ചതായി അറിയുന്നത്. ഇതിന് പിന്നിൽ വേട്ടയാടലുണ്ടോ എന്നതൊക്കെ പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ലഹരിയുമായി ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് സിനിമാ ലൊക്കേഷനുകളിൽ, സെറ്റുകളിൽ ചില യുവനടന്മാർ അതിന് അടിമകളായി മാറിയിരിക്കുന്നു. അവരുടെ വിചിത്രമായ പെരുമാറ്റങ്ങൾക്ക് പിന്നിൽ ലഹരി ഉപയോഗമാണ്. അത് മറ്റ് ആക്ടേഴ്സിന്, സഹപ്രവർത്തകർക്ക്, ഒപ്പം അഭിനയിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുന്നു എന്നൊക്കെയുള്ള പരാതികൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമ്മ എന്ന സംഘടനയ്ക്കോ സിനിമാ ലൊക്കേഷനിൽ കാര്യങ്ങൾ വെടിപ്പോടെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കോ ഒന്നും ഇതിൽ കാര്യമായ ഒരു ഇടപെടൽ സാധ്യമാകാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് അവർ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഗോപീഷ്ണ, നമ്മളൊക്കെ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസങ്ങളല്ല, കുറച്ച് നാളുകളായി ഹൈക്കോടതി വിധി അന്നൊരിക്കൽ ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിരുന്നു. സിനിമാ സെറ്റുകളിൽ ICC രൂപീകരിക്കണമെന്നൊരു വിധി വന്നിരുന്നു. അന്ന് തന്നെയുള്ള ചർച്ചകളിൽ ഞാൻ വളരെ ശക്തമായി എന്ന് പറഞ്ഞിരുന്നു, ഈ ICC എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് സംഘമായിരിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഓരോ സിനിമയ്ക്കകത്തും ഒരു സിനിമയുടെ ലൊക്കേഷനിൽ അതിൻ്റെ നിർമ്മാതാവും അതിൻ്റെ സംവിധായകനും ചേർന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളും ചേർന്ന് തീരുമാനിക്കുന്ന 2-3 പേർ ചേർന്ന ഒരു സമിതി ഉണ്ടെങ്കിൽ ആ സമിതിയിലൊന്നും ഒരിക്കലും ഒരു കാര്യത്തിനും ഒരു തീരുമാനവും ഉണ്ടായില്ല. അതിന് യാതൊരു സംശയവുമില്ല. ഒന്നത്. രണ്ട്, അന്ന് ഷാജിയൻ കരുണിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ സിനിമയെ ഇപ്പോൾ ഉദ്ധരിക്കും എന്നൊക്കെ പറഞ്ഞൊരു സമിതിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ സമിതിയുടെ തെളിവെടുപ്പൊക്കെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ സംഘടനകളെയും നമുക്ക് തെളിവെടുത്തു. അന്ന് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിരുന്നു. അന്ന് ഞാൻ വെച്ച നിർദ്ദേശം, ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ICC ഒഴിവാക്കണം. പകരം ഏത് സ്ഥലത്താണോ ഷൂട്ട് ചെയ്യുന്നത് ആ സ്ഥലത്തെ SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസറും, അതേപോലെ തന്നെ ഗസറ്റർ റാങ്കിൽ കുറയാത്ത ഒരു വനിത ഉൾപ്പെടുന്ന പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ തുടങ്ങി അവിടെ എവിടെയെങ്കിലും അങ്ങനെയുള്ള ഒരു വനിത, അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ജഡ്ജി, ഇവരുൾപ്പെടെയുള്ള ഒരു സമിതി ആയിരിക്കണം ഇത് നിയന്ത്രിക്കേണ്ടത്. ഇല്ല കള്ളന്റെ കയ്യിൽ തോക്കോലേൽപ്പിച്ച അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ICC എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഈ സിനിമക്കാർക്ക് ഒന്നുകൂടെ സൗകര്യമായി ഇത് ചെയ്യാൻ. ഞാൻ പിന്നെ ഇന്നലെ പോലും നമ്മുടെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത്, ഈ മലയാള സിനിമയിലെ കോടിക്കണക്കിന് രൂപയുടെ കുത്തൊഴുക്കുണ്ട് ഇപ്പോഴും. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇന്ന് ആവർത്തിക്കുന്നു. അതായത് 1250 കോടി രൂപയോളം കഴിഞ്ഞ സാമ്പത്തിക വർഷം സിനിമയ്ക്ക് നഷ്ടം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതാണ്ട് 20 ചിത്രങ്ങൾക്ക് മാത്രമാണ് കഴിഞ്ഞ വർഷം പണം തിരിച്ചു കിട്ടിയത്, മുടക്കുമുതലെങ്കിലും തിരിച്ചു കിട്ടിയത്. സൂപ്പർ ഹിറ്റ് എന്ന് പറയാവുന്ന ചിത്രങ്ങൾ വെറും 4 ചിത്രങ്ങളാണ്. അപ്പോ ഈ പറയുന്ന ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും അതേപോലെ പ്രയാഗ മാർട്ടിനും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരൊക്കെ കഴിഞ്ഞ വർഷം ചെയ്തത് 8-9 സിനിമകളാണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ സിനിമ ചെയ്യുമ്പോൾ ഇവരുടെ ഒന്നും സിനിമകൾ തിയേറ്ററിൽ ഓടുന്നില്ല, ജനം കാണുന്നില്ല. പക്ഷേ ഇഷ്ടം പോലെ സിനിമ അവർക്കുണ്ട്, അവരെ പ്രൊമോട്ട് ചെയ്യാൻ ആളുണ്ട്. ഇപ്പൊ ഷൈൻ ടോം ചാക്കോ തന്നെ ഇന്നലെ മുതൽ അവിടുന്ന് ഇറങ്ങി ഓടിയതിനു ശേഷം ഷൈൻ്റെ ബ്രദർ പറഞ്ഞ എന്താണ്, മാരത്തൺ നടത്തിയതാണ്, കളിയാക്കുകയാണ് പുള്ളി, മാരത്തൺ നടത്തിയതാണ്. ഷൈൻ അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ടേക്കുന്നത് എന്താണ്, ഞാൻ റീൽസ് ചെയ്താണെന്ന്. ഇതാണ് പറഞ്ഞത്. ഏതോ വലിയ മരുന്ന് തലയ്ക്ക് പിടിച്ച് വിളവില്ലാതെ നടക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു ഷൈൻ ടോം ചാക്കോ. അയാളിപ്പോ തമിഴ്നാട്ടിലുണ്ടെന്ന് പറയണു. ഇതിനെല്ലാം കാരണം നമ്മുടെ പോലീസിനെ തന്നെയാണ് കുറ്റം പറയേണ്ടത്, പോലീസിനെയും എക്സൈസിനെയും തന്നെയാണ് കുറ്റം പറയേണ്ടത്. കാരണം അവിടുന്ന് ഇറങ്ങി ഓടിയപ്പോ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്ന ഷൈൻ ടോം ചാക്കോയെ പിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്തായിരുന്നു പോലീസിന്? 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് ഇവിടുത്തെ എത്രയോ വലിയ കേസുകൾ പോലീസ് തെളിയിച്ചിരിക്കുന്നു. കേരള പോലീസ് മിടുക്കന്മാരല്ലേ? ഇന്ത്യയിലെ തന്നെ നമ്പർ 1 പോലീസാണല്ലോ നമ്മുടെ പോലീസ്. അപ്പോ വേണ്ട എന്ന് വെക്കുന്നതായിരിക്കാം. അങ്ങനെ വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ ഈ ഷൈൻ ടോം ചാക്കോയെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു, തെളിവോടെ കയ്യിൽ പിടിക്കാമായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ ബൈജു കൊട്ടാരക്കര, ഇതിപ്പോൾ ഷൈൻ ടോം ചാക്കോ റീൽസ് ഉണ്ടാക്കുകയായിരുന്നു, അതോ ഷൈൻ ടോം ചാക്കോ ഏതെങ്കിലും മാരത്തണിന്റെ റിഹേഴ്സൽ എടുക്കുകയായിരുന്നു? ഇപ്പോൾ ഇനി ഷൈൻ ടോമിനോട് ഹാജരാകാൻ പറഞ്ഞ അയാൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ വിചിത്രമായ കാരണങ്ങൾ പറഞ്ഞു ഒരു പക്ഷേ ഈ കേസിന്റെ നൂലാമാലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റും. പക്ഷേ ഹസീബ് മലബാർ എന്ന ഒരു നിർമ്മാതാവ് കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ബാസിക്കെതിരെ പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീനാഥ് ബാസി എങ്ങനെയാണ് ഈ 58 ദിവസം സെറ്റിലെത്താതെ, ലഹരി കൊടുത്തിട്ടില്ല, എത്തിച്ചു നൽകിയില്ല എന്നതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് സെറ്റിൽ നിന്ന് മാറി നിന്നത്? എങ്ങനെയാണ് ഈ പല യുവ നടന്മാരും ലഹരി എന്നത് അവർക്ക് തുകയ്ക്കൊപ്പം ഉറപ്പുവരുത്തേണ്ട ഒരു വസ്തുവായി നിർമ്മാതാക്കൾക്ക് മുന്നിൽ നിബന്ധനയായി വെക്കുന്നത്?
ഇതൊക്കെ ഇപ്പോഴാണ് പലരും തുറന്നു പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നടപടിയെടുക്കുക. ലഹരി മുക്തമായ ഈ സെറ്റുകൾ ആണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അത് ഇപ്പോൾ എക്സൈസിനെ അറിയിച്ചാൽ അവർക്ക് വരാം, റെയ്ഡ് നടത്താം, പരിശോധനകൾ നടത്താം. ഇപ്പൊ ഇന്ന് MP രാജേഷ് പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? സിനിമാ സെറ്റുകളിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പരാതി കിട്ടിയാൽ ആരാണ് പരാതിപ്പെടുക? ഇതുവരെ എങ്ങനെ ഏതെങ്കിലും ഒരു പരാതി പുറത്തു വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നിർമ്മാതാവ് പരാതിപ്പെട്ടിട്ടുണ്ടോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലല്ലാതെ? ഗോപിഷൻ, ഈ നിർമ്മാതാക്കൾ പരാതിപ്പെടില്ല. കാരണം അയാൾ പണം ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ സിനിമയ്ക്ക് പണം ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ പൂർത്തീകരിക്കേണ്ടത് അയാളുടെ അത്യാവശ്യമാണ്. അതിലെ പ്രധാന നടൻ ഇവിടെ മയക്കുമരുന്ന് അടിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞൊരു പരാതി എവിടെയെങ്കിലും പറഞ്ഞാൽ ഇയാളുടെ പണം മുടങ്ങിപ്പോവും. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഇന്റേണൽ കമ്മിറ്റിക്ക് യാതൊരുവിധ വിലയുമില്ലെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ICCക്ക് യാതൊരു വിലയുമില്ല, അങ്ങനെ ഒരു കമ്മിറ്റിയുടെ ആവശ്യം പോലുമില്ല. ഇത് സർക്കാരാണ് നിയന്ത്രിക്കേണ്ടത്. നേരത്തെ ഇപ്പൊ ഗോപിഷൻ ചൂണ്ടിക്കാണിച്ച പോലെ നേരത്തെ ഈ സെറ്റുകളിൽ കയറി എക്സൈസ് പരിശോധിക്കും, പോലീസ് പരിശോധിക്കും എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ നിർമ്മാതാക്കളുടെ അസോസിയേഷനും ഫെഫ്ക പോലുള്ള സംഘടനകളുമാണ് ഏറ്റവും കൂടുതൽ എതിർത്തത്. എന്തിനാണ് എതിർത്തത്? അവിടെ കാരവനിലേക്ക് കയറി പോലീസ് പരിശോധിക്കാൻ ചെന്നാൽ ഏതാണ്ടങ്ങ് സംഭവിച്ചു പോവും, മലയാള സിനിമ നശിച്ചു പോവും. എങ്ങനെ നശിക്കും? ഇപ്പോഴാണ് മലയാള സിനിമ നശിക്കുന്നത്. ഇവരൊക്കെ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്, അവർ ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു എന്ന്. അതുപോലെ തന്നെ ഈ ശ്രീനാഥ് ബാസിക്കും ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയ്ക്കുമെതിരെ നേരത്തെ ആരോപണങ്ങൾ വന്നപ്പോൾ അവരെ സിനിമകളിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോഴും ഈ ഫെഫ്കയുടെ സംഘടനയുടെ നേതാക്കളൊക്കെ അന്ന് പറഞ്ഞത് എന്താ? അവര് നല്ല കുഞ്ഞുങ്ങളാണ്, ഇപ്പൊ എല്ലാം മാറി, അതുകൊണ്ട് കുഴപ്പമില്ല, അവർ വീണ്ടും അഭിനയിക്കട്ടെ എന്ന്. അന്നേ ചെവിക്ക് പിടിച്ച് പുറത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഈ ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ഈ വിൻസി അലോഷ്യസ് ഇത് പറഞ്ഞതിന് ശേഷം എത്ര നടിമാരാണ് ഇയാളെ വെളുപ്പിക്കാൻ നടക്കുന്നത്? അപ്പൊ അതിനകത്ത് പ്രധാന കാരണം ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ പിന്നെ അവർ ആ ഇൻഡസ്ട്രിയിൽ കാണില്ല. ഇനി വിൻസി നോക്കൂ, വിൻസിയെ പോലും അടുത്ത് വളഞ്ഞിട്ട് ആക്രമിക്കും. കാരണം അതിനുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് അവർക്കുണ്ട്, അതിനെ ഒഴുക്കാൻ പണം അവരുടെ കയ്യിലുണ്ട്. വലിയൊരു മാഫിയ ഗ്രൂപ്പ് ഈ സിനിമയ്ക്കുള്ളിലെ ഈ ലഹരി നിയന്ത്രിക്കാനായിട്ട് ഇന്ന് കേരളത്തിലുണ്ട്. കാരണം സ്വർണ്ണക്കടത്തുകാരനും കള്ളക്കടത്തുകാരനും ഒക്കെ വന്നിട്ട് പണം ഇറക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ നേരാമണ്ണ സിനിമ ചെയ്യുന്ന വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. സ്വർണ്ണക്കടത്തുകാരനും ഒക്കെ എക്സൈസിന്റെയും കസ്റ്റംസിന്റെയും ഒക്കെ നോട്ടപ്പുള്ളിയായിരിക്കുന്ന ആൾ പരസ്യമായിട്ട് എറണാകുളത്ത് വന്ന് സിനിമയുടെ പൂജയ്ക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അയാൾ സിനിമയ്ക്ക് പണം ഇറക്കിയിട്ടുണ്ട്. ഇവിടുത്തെ സംഘടനാ നേതാക്കൾ ആ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ്. അവിടെ ഒന്നും പോലീസിന് ഒരു നോട്ടവും ഇല്ല. ഷൈൻ ടോം ചാക്കോയ്ക്ക് 2015 4 പേരോടൊപ്പം ഈ പറയുന്ന കൊക്കൈൻ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിലെ ആ വിധി ഗോപീഷൻ വായിച്ചു കാണുമല്ലോ. ആ വിധിയിൽ കോടതി നിശ്ചിതമായി പോലീസിനെ വിമർശിച്ചിരിക്കുന്നു. പണ്ട് നമുക്കൊരു മന്ത്രി ഉണ്ടായിരുന്നു, ഒരു ഇതേപോലെ ഒരു കഞ്ചാവ് കേസിൽ അല്ല, പണ്ട് രാജു ഒരു കഞ്ചാവ് കേസിൽ ഒരു വിദേശിയുടെ ഷഡ് കോടതിയിൽ നിന്ന് അടിച്ചു മാറ്റി തുന്നി ചെറുതാക്കി കൊടുത്തിട്ട് ആ വിദേശിയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതുപോലെ ഈ ഷൈൻ ടോം ചാക്കോയുടെയും ഈ 2015 പിടിക്കപ്പെട്ട കേസ് കോടതി വന്നപ്പോ ഒരു തെളിവുമില്ല. നമ്മുടെ പോലീസ് പിന്നെ എന്താ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? ഇവരെന്താണ് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ കൊടുക്കാതിരുന്നത്? ശരി, അജിത് സാറിന്റെ അടുത്തേക്ക് പോയിട്ട് വരാം. അഡ്വക്കേറ്റ് അജിത് ശാസ്ത്രമംഗലം. പണം എണ്ണി കൊടുത്താൽ ഏത് പോലീസും വീഴും എന്ന് തെളിയിച്ചു. അഡ്വക്കേറ്റ് അജിത് ശാസ്ത്ര